ലൈവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC ഉദ്യോഗാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും എന്നാൽ പലപ്പോഴും അബദ്ധങ്ങളൊക്കെ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് വൺ ഡേ രജിസ്ട്രേഷൻ. പല ഉദ്യോഗാർത്ഥികളും നേരത്തെ ഒന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നീട് തങ്ങളുടെ പ്രൊഫൈൽ പരിശോധിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മറ്റ് അപേക്ഷകളൊന്നും സമർപ്പിക്കാതെ വർഷങ്ങളോളം കടന്നു പോവുകയും പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ പാസ്വേഡ് ID ഒക്കെ നോക്കുമ്പോൾ മറന്നു പോവുകയും പിന്നീട് ലോഗിൻ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് വളരെ ധാരാളമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പല ഉദ്യോഗാർത്ഥികളും ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചിട്ടുണ്ട്, സാറേ എൻ്റെ ID പാസ്വേഡ് ഞാൻ മറന്നുപോയി, ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ID പാസ്വേഡും ഒക്കെ മറന്നു പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പല ഉദ്യോഗാർത്ഥികൾക്കും കൃത്യമായിട്ടുള്ള ധാരണയില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ശേഷം ID പാസ്വേഡും മറന്നുപോയാൽ പിന്നെ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി പുതിയ ഒരു രജിസ്ട്രേഷൻ നടത്തുന്ന പല ഉദ്യോഗാർത്ഥികളും ചെയ്യാറുണ്ട്. അത് തെറ്റായ ഒരു നടപടിയാണ്. പ്രസ്തുത രീതിയിൽ നിങ്ങൾ രണ്ടാമത് പിന്നെയും രജിസ്റ്റർ ചെയ്ത് ID പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്താൽ അത് നിങ്ങളുടെ പരീക്ഷ എഴുതുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ PSCയുടെ നിങ്ങളുടെ പ്രൊഫൈല് തന്നെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ ഇടയാകും. അത് PSC നിരസിക്കാൻ ഇടയാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വൺ ഡേ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം IDയും പാസ്വേഡും മറന്നുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക. നിങ്ങൾ വൺ ഡേ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്ന PSCയിലെ ഈ തുളസി എന്ന് എഴുതപ്പെടുന്ന യൂസർ IDയും പാസ്വേഡും റൈറ്റ് സൈഡിൽ മുകളിൽ കൊടുക്കുന്ന ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇവിടെ താഴെയായിട്ട് ഞാനിത് വരച്ചിട്ടുണ്ട്, ചുമല ലൈൻ കൊണ്ട് വരച്ചിട്ടുണ്ട്. ഫോർഗോട്ട് യുവർ യൂസർ ID പാസ്വേഡ്. നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും നിങ്ങൾ മറന്നുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സെൻഡ് SMS ടു, നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, 166 51 969/922 3166 166. To know your user ID SMS KL user. കണ്ടോ, ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യൂസർ IDയും പാസ്വേഡും മറന്നുപോയാൽ മൊബൈൽ ഫോണിൽ SMS ആയി PSC അറിയിച്ചു തരും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പല ഉദ്യോഗാർത്ഥികളും അത് അറിയാൻ വയ്യാത്ത ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ യൂസർ IDയും പാസ്വേഡും ലഭിക്കണമെങ്കിൽ മൊബൈൽ നമ്പറിൽ നിന്ന് നിർദ്ദിഷ്ട മാതൃകയിൽ, ഈ കാണിച്ചിരിക്കുന്ന മാതൃകയിൽ PSCക്ക് SMS അയക്കണം. അതിൻ്റെ മാതൃകയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഈ വൺ ഡേ രജിസ്ട്രേഷൻ്റെ പേജിൽ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടു റീസെറ്റ് യുവർ പാസ്വേഡ് SMS ചെയ്യണം. എങ്ങനെയാണ് SMS ചെയ്യേണ്ടത്? KL യൂസർ RST യൂസർ ID ഡേറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഫ്രം യുവർ രജിസ്റ്റേർഡ് മൊബൈൽ ഉള്ളി. ഏത് മൊബൈലിലാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ മൊബൈൽ നമ്പർ വഴിയാണ് അയക്കേണ്ടത്. എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാണണം. ടു റീസെറ്റ് ദ പാസ്വേഡ് ഓഫ് യുവർ അനിൽ TVM വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് 16/4/1983. ദ ഫോർമാറ്റ് വിൽ ബി, എങ്ങനെയാണ് എഴുതേണ്ടത്? KL USR RST അനിൽ TVM യൂസർ ID ഏതാണ്? ഡേറ്റ് ഓഫ് ബർത്ത് 16/4/1983. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ കൊടുത്താൽ പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. ഡോണ്ട് ഫോർഗെറ്റ് ടു ചേഞ്ച് യുവർ പാസ്വേഡ് ഓൺ യുവർ ഫസ്റ്റ് ലോഗിൻ ആഫ്റ്റർ റീസെറ്റ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ID പാസ്വേഡൊക്കെ മറന്നുപോയാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ നിങ്ങളുടെ PSCയുടെ സൈറ്റിൽ തന്നെ വിശദമായിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. പറഞ്ഞു വന്ന എന്താണ്? നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡും മറന്നുപോയാൽ
നിങ്ങൾ വീണ്ടും മുൻപുണ്ടായ രജിസ്ട്രേഷൻ മറച്ചു വച്ചുകൊണ്ട് വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നത് കുറ്റകരമാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നവരുടെ പ്രൊഫൈല് PSC മരവിപ്പിക്കുകയും അപേക്ഷകൾ നിരസിക്കുകയും ചെയ്യും. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ ഒരു കാരണവശാലും നിങ്ങളുടെ യൂസർ ID യോ പാസ്വേഡോ മറന്നുപോയാൽ നിങ്ങൾ വീണ്ടും ഒരു പുതിയ രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് കുറ്റകരമാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതിന്റെ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വൺ ഡേ രജിസ്ട്രേഷന്റെ PSCയുടെ സൈറ്റ് വൺ ഡേ രജിസ്ട്രേഷന്റെ വഴി നോക്കിയാൽ ആ പേജിൽ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വിശദമായിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ അതേപടി തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ മറ്റൊരു രീതിയിൽ പിന്നീട് ഒരു രജിസ്ട്രേഷൻ കൂടെ ചെയ്യുന്ന അങ്ങനെ ഒരു നടപടിയൊന്നും ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഓർക്കുക. അല്ലാതെ കുറ്റകരമായ രീതിയിൽ ഒരു നടപടി പുതിയ രജിസ്ട്രേഷൻ ഒന്നും ചെയ്യാൻ ആരും ശ്രമിക്കരുത്. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ID പാസ്വേഡ് മറന്നിട്ട് പോയവരുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.